പ്ലാസ്റ്റിക്കിന്റെ അമിത ഉപയോഗം, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ ആനുകാലിക വിഷയങ്ങൾ ഇംഗ്ലീഷ് സ്കിറ്റിലൂടെ അവതരിപ്പിച്ച് കയ്യടി നേടിയിരിക്കുകയാണ് വിദ്യാർത്ഥിനികൾ. പത്തനംതിട്ട കോന്നി റിപ്പബ്ലിക് HSS സ്കൂളിലെ കുട്ടികളാണ് വിസ്മയമൊരുക്കിയത്. വിശേഷങ്ങൾ കാണാം. വടക്കുന്നാഥൻ്റെ മണ്ണിൽ അല്പം ഇംഗ്ലീഷ് ഭാഷയുമായിട്ടാണ് തീർത്ഥാടന ജില്ലയായ പത്തനംതിട്ടയിലെ കോന്നി റിപ്പബ്ലിക്കൻ സ്കൂളിലെ കുരുന്നുകൾ നല്ല വർണ്ണാഭമായിട്ടുള്ള വേഷങ്ങൾ അണിഞ്ഞ് എത്തിയിട്ടുള്ളത്. ഇവർ സ്കിറ്റിനാണ് മത്സരത്തിൽ എത്തിയിട്ടുള്ളത്. കോന്നി റിപ്പബ്ലിക്കൻ സ്കൂളിലെ കുരുന്നുകളാണ്. ആദ്യം ഇവരെ നമുക്ക് പരിചയപ്പെടാം. ആയിന, അനഘ, ലക്ഷ്മി, അവന്തിക, ശ്രീധന്യ, ഹാദിയ, സിദ്ധാർത്ഥ്, ആർത്തർ. ഇപ്പോൾ നമുക്ക് ടീച്ചർമാരുണ്ട്. ടീച്ചർമാരെ അടുത്ത് വരൂ. എന്ത് വിഷയമായിരുന്നു ഇവർ ഇംഗ്ലീഷിൽ ടീച്ചറെ ഇവർ സ്കിറ്റിലേക്ക് എടുത്തത്? വലിയ പ്രസക്തിയുള്ള വിഷയം. അതെ, തീർച്ചയായിട്ടും. കാര്യം എപ്പോഴും പ്രസക്തിയുള്ള വിഷയമാണ്. ഓവർ യൂസ് ഓഫ് പ്ലാസ്റ്റിക്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ എപ്പോഴും കൈകാര്യം ചെയ്യപ്പെടുന്നതാണെങ്കിലും മലയാളിയുടെ മനസ്സിൽ ഇപ്പോഴും ഒന്ന് സ്റ്റിക്കാവാത്ത വിഷയങ്ങളാണ്. അപ്പോൾ ആ വിഷയങ്ങൾ പുതുമയോടെ അവതരിപ്പിച്ചു. പിന്നെ കച്ചവടവൽക്കരണം, ഇത്രയാണ് നമ്മൾ ചെയ്തത്. മറ്റു വിഷയങ്ങൾ കൂടി നമുക്ക് പ്രതിപാദിച്ച് പോകുമ്പോഴേ ഈ ഇംഗ്ലീഷ് ഭാഷ അനായാസമായി കൈകാര്യം ചെയ്യാൻ കോന്നി റിപ്പബ്ലിക് സ്കൂളിൽ നിങ്ങളോടൊപ്പം തന്നെ ഇവരും ചേർന്നല്ലോ? തീർച്ചയായിട്ടും. ഇവർ മാത്രമല്ല, പേരൻസ്, സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും, മൊത്തത്തിൽ മാനേജ്മെൻറ്റ് എല്ലാവരുടെയും വലിയ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ എല്ലാ വർഷവും സംസ്ഥാന വേദി 3ാമത്തെ വർഷമാണ് നമ്മൾ സ്കിറ്റുമായിട്ട് സംസ്ഥാന തലത്തിൽ എത്തുന്നത്. എല്ലാവരുടെയും സപ്പോർട്ടാണ് തീർച്ചയായിട്ടും. ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥാപനമാണ്. എന്തൊക്കെ മത്സരങ്ങളിലാണ്? അതായത് ഞങ്ങളുടെ 36 കുട്ടികൾ, 4 ഗ്രൂപ്പ് ഐറ്റം, ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്, മലയാള നാടകം, സംസ്കൃത നാടകം, ഇംഗ്ലീഷ് സ്കിറ്റ്, മോണോ ആക്ട്, ചിത്രരചന, പിന്നെ ഡാൻസ്, അങ്ങനെ ഇത്രയും ഐറ്റത്തിൽ പങ്കെടുത്തു. ഇതിപ്പോൾ ലാസ്റ്റ് ഗ്രൂപ്പ് ഐറ്റമാണ്. ഞങ്ങൾ 13-ാം തീയതി വന്ന ടീമാണ്. ഇന്ന് ഗ്രൂപ്പ് ഐറ്റം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഇനി 2 ഐറ്റം കൂടെ സിംഗിൾ ഐറ്റം ഉണ്ട്. വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കോന്നി എന്ന് പറയുമ്പോഴത്തേക്കിന് ദൃശ്യമനോഹാരിത, അങ്ങനെ ഗവി ടൂറിസം, അങ്ങനെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രാമമാണ്, ഒരു മണ്ഡലമാണ്. ആ ഇക്കോ ഫ്രണ്ട്ലിക്ക് വിഷയം മുൻനിർത്തിയാണ് സമൂഹത്തിന് മൊത്തത്തിൽ മാതൃകയാകുന്ന ഒരു വിഷയമാണ് കോന്നി റിപ്പബ്ലിക്കൻ സ്കൂളിലെ ഹൈസ്കൂൾ ഇംഗ്ലീഷ് സ്കിറ്റിലേക്ക് വിഷയമാക്കി അവതരിപ്പിച്ച് അവർ റിസൾട്ടിനായി കാത്തിരിക്കുകയാണ്. ചിലപ്പം A ഗ്രേഡ് തന്നെ നേടി നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ മാനം കാക്കുകയാണ്. നമുക്ക് അവരെ അവതരിപ്പിച്ച ആ വിഷയത്തിലേക്ക് ഒന്ന് പോകാം. ഇംഗ്ലീഷ് സ്കിറ്റാണ് വീണ്ടും നമുക്ക് വേദിയിൽ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ഒന്നുകൂടെ അവതരിപ്പിക്കാം. ഇൻട്രൊഡക്ഷൻ പറയാൻ ആരാണ്? എന്താ നമ്മളെ പേര്? ലക്ഷ്മി. ഇതിൻ്റെ ആമുഖം പറയാൻ നമ്മൾ ക്ഷണിക്കുകയാണ്. Dear audience, not all jokes are meant to make you laugh. Some will make you think. Through humor, we deliver our message. So laugh and think. The Trap. വീണ്ടും അവർ വേദിയിലേക്ക് നിങ്ങൾ ആ സ്കൂളിൽ കാണിച്ച ഏതെങ്കിലും ഒരു ഐറ്റം ഒന്ന് കാണിക്കുക. You are the people to see. You are the people to listen. If you only look at the all sides, the time will mock at you like this. ഒരു വിഷയം വർണ്ണാഭമായി സ്റ്റേജിൽ അവതരിപ്പിച്ച് വരും കാലങ്ങളിലേക്ക് മുതൽക്കൂട്ടാനും സമൂഹത്തിന് മാതൃകയാക്കാവുന്ന ഒരു വിഷയമാണ് കോന്നി റിപ്പബ്ലിക്കൻ സ്കൂളിലെ കുരുന്നുകൾ ആംഗലേയ ഭാഷയിലുള്ള സ്കിറ്റിൽ ഇതിവൃത്തമാക്കി പ്രേക്ഷകരുടെ കയ്യടി നേടി A ഗ്രേഡിലേക്ക് മുന്നേറുന്നത്. തൃശ്ശൂരിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, തൃശ്ശൂർ.